ആ ഉണ്ട് ഉണ്ട്. ഒരു ശംഖ് പോലത്തെ ഇരിക്കുന്നത് അവിടെ നീളത്. ആ അതെ അതെ. കക്ക കണ്ട കക്ക അതാ വെളുത്ത് കരയൊക്കെ കയറ്റിയിരിക്കും. അതവിടെ കക്കടെ ഷെല്ലുകളുണ്ട. അത് ഈ ഭാഗത്തും കാണും. ഈ സൈഡിൽ ഉണ്ട്. അതേ പണ്ടേ ഈ കനാലില് ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങും. സ്കൂളൊക്കെ വിട്ടു വന്നാൽ ഇതിലൊക്കെ വന്നിട്ട് നീന്തി കക്ക എടുക്കും. കക്ക വാരിയെടുക്കും. അത് മനസ്സിലായോ? അവിടെ ചോദിച്ചാൽ കക്ക ഉണ്ടല്ലോ, ആ കക്ക വാരിയെടുക്കും. ഇത് അവരേ ഈ അച്ചാച്ചന്മാരേ അവിടെ പുഴയുടെ അവിടെ നിന്ന് മണ്ണെടുക്കും, മണലെടുക്കും. നമ്മൾ വീട് തേക്കാനൊക്കെ ഉള്ള മണ്ണുണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടും. അപ്പോഴേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുടുംബത്തേക്ക് അത് കാശ് കിട്ടുള്ളൂ. ആ വെള്ളം മഴ പെയ്തപ്പോൾ ഉണ്ടായതാണ്. അത് വറ്റിച്ചതിൻ്റെ ബാക്കിയാണ്. മഴ പെയ്താൽ ഇവിടെ വെള്ളം വീഴും. വേസ്റ്റുകൾ ഓരോരുത്തർ കൊണ്ടുപോയി ഇടുന്നതാണ് ഈ ഭാഗത്തുള്ള വീട്ടുകാർ. അല്ലാതെ ചില ആളുകൾ കൊടുത്തിട്ട് നോക്കി പെയിന്റിന്റെ കോലിട്ട് കുത്തിക്കൊണ്ട് പോകും. ചില ആളുകൾ കൈക്കോലിട്ടിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകും. അവിടെ ഉള്ള ആള് അങ്ങനെ കൈക്കോലിട്ടിട്ട് അതൊക്കെ ഭാരം കൂടുമ്പോഴാണ് ചെയ്യുന്നത്. പണ്ട് ഇവിടെ ചതുപ്പ് നിലങ്ങളായിരുന്നു, വെള്ളക്കെട്ടുകളൊക്കെ ഇരുന്നിരുന്ന സ്ഥലം. അപ്പൊ അറബിക്കടലിന്റെ 2 കിലോമീറ്റർ, അറബിക്കടലിന്റെ 2 കിലോമീറ്റർ കിഴക്ക് ഭാഗത്ത് അങ്ങനത്തെ സ്ഥലങ്ങളായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ആ ചതുപ്പ് നിലങ്ങള് കൃഷി യോഗ്യമാക്കാനും എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും സ്ഥലം ഇതായി കെടുക്കല്ലേ, വേസ്റ്റായി കെടുക്കല്ലേ. അപ്പൊ എന്ത് ചോദിച്ചാല് വെള്ളക്കാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു കനോലി സാഹിബ് എന്ന് പറഞ്ഞ ആളെ, അദ്ദേഹത്തിന് ഉദിച്ചൊരു ഇതാണ് ഇതിലൊരു കനാൽ വെട്ടിയിട്ട് ഈ വെള്ളത്തിനെ കടലിലേക്ക് വിടുക. ഇത് തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെ ഉണ്ട് ഈ കനാല് മുത്തേ. അപ്പൊ എന്താ വെച്ചാല് ഈ വെള്ളം ഇവിടുന്ന് എന്ത് ചെയ്യണ്ട, തിരുവനന്തപുരത്ത് വരുമ്പോ അവിടെയുള്ള ഓരോ പുഴകളും അഴിമുഖങ്ങളും എന്ത് ചെയ്യണ്ട, അതിനെ ടച്ച് ചെയ്തിട്ട് വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതേമാതിരി എന്ത് ചേറ്റുവ പുഴ, ഇപ്പൊ നമ്മളുള്ള പൊന്നാനിയില്ല, ചേറ്റുവ പുഴയെന്ന് അവിടെ അഴിമുഖമുണ്ട്. അത് കഴിഞ്ഞാൽ ചേറ്റുവന്ന് എന്ത് ചെയ്യും, ഈ കനാല് കൂടെ ഇങ്ങനെ വന്ന് പൊന്നാനി പുഴയിൽ പോയി ചേരും. പൊന്നാനി പുഴയിൽ എന്ത് ചെയ്യും, ഇത് വീണ്ടും കനാല് പോവാണ്. അത് ഭാരതപ്പുഴ പോയി ചേരും. പറഞ്ഞു മനസ്സിലായ? അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെന്താ സംഭവിച്ചാല് ഈ പുഴ, ഈ തോട് ഉണ്ടാക്കിയതിന് ശേഷം 2 ഭാഗങ്ങളിലേക്ക് നെൽകൃഷി ചെയ്തു. നെൽകൃഷി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ മേഖലയിൽ എന്താ വെച്ചാല് കുളങ്ങളുണ്ടായിരുന്നു. ആ കുളത്തിലെ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യും, വേനൽക്കാലത്ത് പുഞ്ചകൃഷിയും ചെയ്യും. അപ്പൊ 3 തവണ കൃഷി ചെയ്യുന്ന, നെൽകൃഷികൾ ചെയ്യുന്ന സ്ഥലമാണ് ഈ ഭാഗം. ടിപ്പു സുൽത്താൻ റോഡിന്റെ കിഴക്ക് ഭാഗം. ഈ കനാലിന്റെ കിഴക്ക് ഭാഗം 2 പൂവൻ പണിയെടുക്കും. കാരണം എന്താ, നനയ്ക്കാൻ 3ാമത്തെ കൃഷി ഇറക്കുമ്പോഴേ അതിന് നനയ്ക്കാനുള്ള വെള്ളം കിട്ടാത്തതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് 2 പൂവൻ പണി തരും. അതൊക്കെ പറഞ്ഞു മനസ്സിലാ ഒന്നൂട്ടാ. അപ്പൊ അങ്ങനെയാണ്. ഇനി ഇതിന് വേറൊരു കാര്യം കൂടെ തരില്ല. പണ്ട് മോട്ടോർ വാഹനങ്ങളൊക്കെ വരുന്നതിന്റെ മുമ്പ് ആളുകൾക്ക് സഞ്ചരിക്കണ്ടേ, അതുപോലെ തന്നെ വ്യാപാരങ്ങൾ നടക്കണ്ടേ. അപ്പൊ എന്ത് ചോദിച്ചാൽ വഞ്ചിയിൽ, വലിയ വഞ്ചിയിലാണ് എന്ത് ചെയ്യുക, ചരക്കുകളൊക്കെ കൊണ്ടുപോകുക. ഇവിടുന്ന് ഇപ്പൊ പൊന്നാനിൽ നിന്ന് ചാവക്കാട് പൊന്നാനിക്കൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, തിരൂർക്കൊക്കെ കൊണ്ടുവരും. ആ ഇതില് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഇതിനേക്കാൾ വലിയ വഞ്ചിയുണ്ട്, ചെറിയ വഞ്ചിയുണ്ട്. വലിയ വഞ്ചിയിൽ എന്താ വെച്ചാല് ചരക്കുകളൊക്കെ ആലപ്പുഴയിൽ നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന, അത് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകും. തിരുവനന്തപുരം ഭാഗത്തേക്ക് കൊണ്ടുപോകും. പണ്ട് നമ്മുടെ കേരളത്തിന്റെ അതിർത്തി കന്യാകുമാരി തൊട്ടിട്ട് എവിടം വരെയായിരുന്നു, കാസർഗോഡ് വരെ. ഇപ്പൊ കന്യാകുമാരി തമിഴ്നാട്ടിലാ. തമിഴ്നാട് ചെന്നൈയിൽ പെട്ടതാ. അപ്പൊ ഇപ്പൊ നമുക്ക് തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെയാണ് നമ്മുടെ സർക്കാരിന്റെ പരിധി. ഇനി ഇതില് പണ്ട് മഞ്ചലയിലൊക്കെയാണ് ആളുകൾ യാത്ര ചെയ്തിരുന്നത്. വലിയ വലിയ സമ്പന്നന്മാരെ മഞ്ചല 4 ആള് ചുമന്നു കൊണ്ട് നടക്കുന്ന ഒരു യാത്ര ചെയ്യുന്ന ആൾക്ക് അങ്ങനെ 4 ആള് ഹേ 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 എന്ന് പറഞ്ഞിട്ട് ചുമന്ന് നടക്കും. അപ്പോൾ വലിയ ഉയർന്ന സമ്പന്നമായുള്ള ആളുകളും ഉയർന്ന ജാതി, അന്ന് ജാതി കോയ്മ അത് വലിയതായിരുന്നു. അപ്പം എന്താ വെച്ചാൽ
രാജകുടുംബത്തിൽപ്പെട്ടവരൊക്കെ വരുമ്പോൾ മറ്റുള്ളവരൊക്കെ മാറിയും ഈ സൈഡിലേ ഈ കാണുന്ന ചീർപ്പ് പാലങ്ങൾ എന്താ പറയാ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ നിന്നും ഇട്ടുണ്ട്. പറഞ്ഞു മനസ്സിലാ? ഈ 2 ഭാഗത്തും ഇപ്പോ നെൽകൃഷി ഇല്ല. നെൽകൃഷി കംപ്ലീറ്റ് നെൽകൃഷി ചെയ്യുമ്പോഴേ അതിൽ ലാഭമില്ല എന്ന് കണ്ടിട്ട് എന്ത് ചെയ്ത് നാണയവിളയല്ല തെങ്ങുകളൊക്കെ വെച്ച ആളുകൾ. ഇപ്പൊ 2 സൈഡിലും ഭൂരിഭാഗം തെങ്ങുകളാ. പടിഞ്ഞാറൻ ഭാഗത്ത് 3 പ്രാവശ്യം കൃഷി ചെയ്യുന്നേ പുഞ്ചപ്പാടുണ്ടല്ലോ, അതൊക്കെ തന്നെ എന്ത് ചെയ്ത് തെങ്ങിൻ തൈകൾ വെച്ചിട്ട് തോർത്തു. കിഴക്ക് ഭാഗം അങ്ങനെ തന്നെ. എന്നാലും തെങ്ങിന് വല്ല അനുഭവം ഉണ്ടാ ഇല്ല, ഒക്കെ കൂരച്ച് നിൽക്കുക. ഈ കയറ് കെട്ടിയുള്ളതേ നാളികേരം ഈ തോടിന്റെ ഭാഗത്തുള്ള നാളികേരം വീണത് അതാത് ഭാഗത്തുള്ള ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അത് നോക്കിയാൽ അവരുടെ ഒരു ബുദ്ധിക്ക് കളിച്ചുള്ളതാണ്. കയറ് കെട്ടിയിട്ട് കണ്ടാ ഒരു തട ഇട്ടുള്ള. അതെ, വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടേ ഓരോരുത്തരും വേസ്റ്റുകൾ കൊടുത്തിട്ടിട്ട് പണ്ടൊക്കെ ഇതിലത്തെ വെള്ളം കുടിക്കാൻ തന്നെ ഉപയോഗിച്ചരുത്. ദൂരെ നിന്ന് വരുന്ന വഞ്ചിക്കാരെന്ത് ചെയ്യും? അവര് ഭക്ഷണം ഉണ്ടാക്കും. ആലപ്പുഴയിൽ നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ വഞ്ചിയിൽ തന്നെ അമ്മിയും അതുപോലെ അടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യും, പാത്രത്തിൽ കലത്തിലൊക്കെ അവർ ചോറ് വെക്കുകയും അമ്മിയിൽ മുളകൊക്കെ അരച്ചിട്ട് അവർ ഇതാക്കുക. അപ്പം അതിന് വെള്ളം ഉപയോഗിക്കുക എന്ത് ചെയ്യുക, ഇതിൽ നല്ല വെള്ളമായിരുന്നു. അപ്പം എന്ത് ചെയ്യും, ഇതിന്ന് പാത്രം കഴുകുന്നതൊക്കെ ചെയ്യും. ചില വീടുകളിൽ അടുത്തുണ്ടെച്ചൊക്കെ അവിടുന്ന് വാങ്ങും. ചില ആളുകൾ ഇതിന്ന് വെള്ളമൊക്കെ കുടിക്കുകയൊക്കെ. ഞങ്ങളൊക്കെ നീന്തി കുളിക്കുമ്പോഴേ ഓളട്ടിട്ട് പോകുമ്പോൾ ഒക്കെ ചിലപ്പോൾ വെള്ളം കുടിക്കും. ഇന്നതല്ല, നല്ല ക്ലിയർ ഉള്ള വെള്ളം. ഇവിടൊക്കെ പാടങ്ങളായിരുന്നു. 3 തവണ നെൽകൃഷി ചെയ്ത് വരുന്ന പാടങ്ങളതൊക്കെ. ആ കണ്ട മണ്ണിട്ടിട്ട് തോർത്തിട്ട് പ്രകൃതി സ്നേഹം പറയും ചെയ്യും. ചെയ്യുന്ന കാര്യങ്ങളത്. അതിന് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ അതിനൊക്കെ അത് ഈ ഭാഗത്ത് നിന്ന് കിഴക്ക് സൈഡിൽ നിന്ന് ഈ റൈറ്റിൽ നിന്ന് ഈ ഭാഗത്തെ വെള്ളം വരുന്നൊരു കണ്ട അങ്ങോട്ട് നോക്കിയേ കണ്ട ഇവിടെ ഒരു ഓവ് കണ്ട അവിടെയും ചെറുപ്പ് പലകേടുന്ന ചെറുപ്പുണ്ടായിരുന്നു. ധാരാളം കണ്ട ആ ഭാഗത്തു നിന്നുള്ള വെള്ളമൊക്കെ അതേ കൂടെ ഒഴുകി വരും. ഇതൊക്കെ കണ്ടോ ഇവിടെ കണ്ട ഇവിടെയൊക്കെ നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഇവിടെ മുതൽ ഇതില് നീർനായക്കളുണ്ട്. നീർനായ എന്ന് പറഞ്ഞ സാധനം മത്സ്യം പിടിക്കുന്ന സാധനം. ഇല്ല, മനുഷ്യനും പിടിക്കില്ല. ഇത് മത്സ്യത്തിനെ വെള്ളത്തിൽ നിന്ന് ഓളട്ടിട്ട് ഇങ്ങനെ ഓളിട്ട് പിടിക്കും. അതുപോലെ നീർക്കാക്കാന്ന് പറഞ്ഞ സാധനമുണ്ട്. കറുത്തിട്ട് താഴ്ന്നിട്ട് മീനെ പിടിച്ചിട്ട് ഭക്ഷിക്കും. ഇനി ഇതെന്താ സംഭവം എന്നറിയോ? സർക്കാർ ജലപാതയാക്കാൻ വേണ്ടി പോവാ. അച്ചച്ചൻ്റെ കുട്ടിക്കാലത്ത് ഇതിലെ ബോട്ട് പോയിരുന്നു, ആളുകളെ കയറ്റിയിട്ട് തിരൂരിന്ന് ചാവക്കാട്ടേക്ക്. അതുപോലെ ചാവക്കാട് നിന്ന് വേറെ കൊച്ചിക്കൊക്കെ ആയിട്ട് ബോട്ട് പോയിരുന്നു. ഇപ്പോൾ വീണ്ടും 62 വരെ ഉണ്ടായിരുന്നത്, 1962 വരെ. പിന്നെ ആ ബോട്ട് ഉണ്ടായില്ല. പണ്ട് ഇവിടെ മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ടല്ലേ ബോട്ടിൽ. ഇവിടെ വിളിയമ്പോട് ഹൈസ്കൂളേ ESSLC എന്ന് പറഞ്ഞേ പണ്ട് 8ാം ക്ലാസ് വരെയാണ്, 10ാം ക്ലാസ് ഇല്ല. SSLC ആയില്ല. പക്ഷെ SSLC ആയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ 57 മന്ത്രിമാർ ഇവിടെ വന്നത് ബോട്ടിലാണ്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു സ്കൂളിൻ്റെ അവിടെ. ഗൗരിയമ്മയും TV തോമാസും, അതൊക്കെയാണ് ചരിത്രങ്ങൾ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നൊരു തോടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കിടക്കുന്നത്. ഇനി സർക്കാർ എന്ത് ചോദിച്ചാൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ജലപാതയായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ്റെ കാലത്തിലെങ്കിലും മക്കളുടെ കാലത്ത് അത് കാണാനൊക്കെ സാധിക്കും എന്നാണ് വിശ്വാസം. കേട്ടോ പോച്ചേ, ബോട്ടിലേ അത് എടുക്കാം അവിടെ ഇട്ടോ. ഇതിന് ഈ തോടിൻ്റെ പേരാണ് കനോലി കനാൽ. ഇതുപോലെ ഒരു കനാലുണ്ട് ഈജിപ്തിൽ. കേട്ടിട്ടുണ്ട് മക്കള്? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമത്. സൂയസ് കനാൽ എന്ന് പറഞ്ഞിട്ട്. അത് കടലും കടലും തമ്മിൽ ബന്ധിക്കുന്ന. ഇത് തോടുകളെ ബന്ധിപ്പിച്ചിട്ട് പറഞ്ഞ ഓരോ തോടുകളും പുഴയെ ബന്ധിപ്പിക്കുക. അപ്പോൾ അന്ന് യാത്ര ചെയ്യുന്നപ്പോൾ കൊടുങ്ങല്ലൂർക്കൊക്കെ പോയിരുന്നത് ഇതിലെ വഞ്ചിയിലാണ് പോയിരുന്നത്. കണ്ണൂരിൽ നിന്നൊക്കെ ഉള്ള ആളുകളെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പണ്ട് ഇതിലെ ഇങ്ങനെ കോലോണ്ട് അടിച്ചിട്ട് തന്നാരോ താനാരോ എന്ന് പാടിയിട്ടാണ് ഇതിലെ പോവുക. അപ്പോൾ ഞങ്ങളൊക്കെ ഓടി വരും കുട്ടിക്കാലത്ത്. ഇത് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, ഇത് കേൾക്കുമ്പോൾ അന്നൊക്കെ അവർ പാട്ട് പാടുന്നത് ദേവി ഈ പാട്ടുകളൊന്നുമല്ല, അതിനിടയ്ക്ക് തെറികളൊക്കെ പാടുന്ന ഇതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഞങ്ങൾ വായ പൊത്തിയിട്ട് ചെവിയും പൊത്തിയിട്ട് ഓടും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ഇതൊക്കെ മാറി ഇപ്പോൾ മോട്ടോർ വാഹനങ്ങൾ പലവിധ വാഹനങ്ങളാണ്. കാറിന് എത്ര ആയിട്ടുണ്ട്, ലോറിയൊക്കെ ഉണ്ടാ. അപ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ടൂറിസ്റ്റുകൾക്കും, കാരണം സർക്കാരിനൊരു വരുമാന മാർഗമാവുന്നുള്ളതിൽ ഇത് ടൂറിസ്റ്റ് വിദേശികളുണ്ടല്ലോ, അവരൊക്കെ എന്ത് ചെയ്യും? ഇപ്പൊ കുമരകം ആലപ്പുഴയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അവര്. പണ്ട് ഇതിലെ പോയിരുന്ന വലിയ വഞ്ചികളൊക്കെ ഇപ്പൊ അവിടുത്തെ ഹൗസ് ബോട്ടുകളാണ്. ഇന്നിപ്പോ വലിയ ഹൗസ് ബോട്ടായിട്ട് അവിടെ കാണാം. നമുക്ക് ഓർക്കണം വെച്ചാൽ ഞങ്ങൾ പറയുന്നത് ഇതേ പോയിരുന്ന വഞ്ചികള് കാണണമെങ്കിൽ ഇപ്പോൾ കുമരകം അതുപോലെ തന്നെ ആലപ്പുഴയിലൊക്കെ പോയാലാണ് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങളിതിൽ കണ്ടിട്ട വഞ്ചി പോണ കണ്ടിട്ടുണ്ട. ഇപ്പോൾ വല്ലപ്പോഴും വല്ല ഞണ്ട് പിടിക്കാൻ പോകുന്ന ചെറിയ വഞ്ചികൾ ഒക്കെയാണ് കാണുക. പൈസ പൈസ ഉണ്ടായിരുന്നു, അന്നുള്ള പൈസകളല്ല, അന്നത്തെ പഴയ പൈസകള്. മഴ ചാറുന്നു. പഴയ പൈസകളാണ്. ചില്ല്, മുക്കാല്, അണ, അങ്ങനെ കുഞ്ഞത് അണ. പിന്നെ എന്ത് ചെയ്യണ്ട, 1 പൈസ, 2 പൈസ, 5 പൈസ, 10 പൈസ, പിന്നെ 25 പൈസ. അതിന് കാലണാന്ന് പറയാം. പിന്നെ 8 അണ. 50 പൈസക്ക് അന്ന് പറയാം എന്താ 8 അണ, 1 രൂപ. പിന്നെ 10 രൂപ എന്നൊക്കെ പറഞ്ഞു വലിയ വീതി കൂടിയ നോട്ടുകളായിരുന്നു. 100 നോട്ടൊക്കെ ദുർലഭം ആളുകളുടെ കയ്യിലേ കാണുള്ളൂ. 100 നോട്ട് വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഒരു ഏർമാടന്മാരെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ ഭാഗത്തുനിന്നും വെള്ളം വരുന്ന കണ്ട പണിയാതെ കിടക്കുന്ന ഇതൊക്കെ പുഞ്ച സ്ഥലങ്ങളൊക്കെയാണ്.